ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ട്രംപും മസ്കും തമ്മിലുള്ള പോർവിളികൾ വീണ്ടും തുടങ്ങുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന പരാമർശങ്ങളാണ് മസ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജെഫ്രി എപ്സ്റ്റീന്റെ കുപ്രസിദ്ധമായ ലൈംഗിക വിവാദങ്ങളുമായി തന്റെ പേരും വലിച്ചഴിച്ചതിന് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്ന ട്രംപിന്റെ വിശദീകരണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത്. എപ്സ്റ്റീന്റെ മുൻ വിശ്വസ്ത ഗ്ലിസൈൻ മാക്സ്വെൽ ഇപ്പോഴും ഫെഡറൽ ജയിലിൽ കഴിയുകയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എപ്സ്റ്റീൻ സ്വയം മരിച്ചു, എന്നാൽ ഗ്ലിസൈൻ തട്ടിപ്പിന് ഫെഡറൽ ജയിലിൽ ആയത് അത്ഭുതകരമാണ് എന്നാണ് മസ്ക് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. ഇത് സംബന്ധിച്ച എല്ലാ ഫയലുകളും ട്രംപ് പുറത്തുവിടണമെന്നും അവയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടുകയും വേണമെന്ന് മസ്ക് ആവശ്യപ്പെടുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് അവ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നാണ് ട്രംപിന്റെ അനുയായികൾ പോലും കരുതുന്നത്. എപ്സ്റ്റീനെ കുറിച്ച് കൂടുതൽ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിഡ്ഢികൾ ആണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. നേരത്തെ എപ്സ്റ്റീനും മാക്സ്വെല്ലിനും എതിരായ എല്ലാ തെളിവുകളും ശേഖരിച്ച മാൻഹട്ടൻ ഫെഡറൽ പ്രോസിക്യൂട്ടറെ അറ്റോർണി ജനറൽ പാം ബോണ്ടി പുറത്താക്കിയിരുന്നു. പുറത്താക്കപ്പെട്ട പ്രോസിക്യൂട്ടറെ മൗറിൻ കോമി മുൻ FBI ഡയറക്ടർ ജെയിംസ് കോമിയുടെ മകളാണ്. എന്നാൽ ജെയിംസ് കോമിയും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ഹിലാരി ക്ലിന്റണും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഫയലുകൾ കെട്ടിച്ചമച്ചത് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഈ തട്ടിപ്പ് പരിപാടിക്ക് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പുറത്തുവിടുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എപ്സ്റ്റീൻ തന്റെ ഇടപാടുകാരുടെ പട്ടിക സൂക്ഷിച്ചിരുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഉന്നയിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെയും ട്രംപ് വെറുതെ വിട്ടിട്ടില്ല. അവരെ അദ്ദേഹം മണ്ടന്മാർ എന്നാണ് വിശേഷിപ്പിച്ചത്. എപ്സ്റ്റീന്റെ ഒരു ഇടപാടുകാരൻ പോലും വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം മസ്ക് സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കുട്ടികളെയും ഉന്നത വ്യക്തികളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി എപ്സ്റ്റീൻ ഉപയോഗിച്ചു എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രസിഡന്റ് ട്രംപുമായി പിണങ്ങിയ ആഴ്ചകൾക്ക് ശേഷം ഇലോൺ മസ്ക് അമേരിക്കയിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായ എക്സിലായിരുന്നു അമേരിക്ക പാർട്ടി എന്ന് പേരിട്ട പാർട്ടിയുടെ പ്രഖ്യാപനം നടന്നത്. ജനത്തിന് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ജനത്തെ വഞ്ചിക്കുകയാണെന്നും മസ്ക് പറയുകയുണ്ടായി. ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പാസ്സായതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് US രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. എങ്ങനെ പോയാലും ട്രംപിനെ വെറുതെ വിടില്ല എന്ന തീരുമാനത്തിലാണ് മസ്ക് തുടരുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം.